നമസ്കാരം. ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം 555. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണകഥാമൃതം ഭാഗം 555. 46 സർഗം ലീലാകാന്ഡം. ശ്രീകൃഷ്ണകഥാമൃതം ലീലാകാന്ഡം. അതിൽ 46 സർഗം ബ്രഹ്മദേവൻ വൃന്ദാവനത്തിലേക്ക്. അപ്പോൾ അതും കഴിഞ്ഞു. 47 സർഗം വത്സസ്തേയം എന്നുള്ള സർഗത്തിലെ 6 ശ്ലോകം പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. അങ്ങയെപ്പോലും ഭക്തശിരോമണികളിൽ എത്രയും മുഴുകിയിടുകിൽ ആശ്ചര്യം അതിലൊരു ലേശവും എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് 7 ശ്ലോകം പറയണം. കേട്ടാലും കൃഷ്ണമാഹാത്മ്യം ചൊല്ലിയിടാം അങ്ങയോടു ഞാൻ. പാമ്പിൽ നിന്ന് ആവിധം രക്ഷയാർന്ന ചങ്ങാതിമാരോടും. ഏത് പാമ്പ്? ഒരു മലമ്പാമ്പിൻ്റെ വായയിൽ പെട്ടു, അകാസുരനെ വധിച്ചു എന്നൊക്കെ പറയണ്ടായിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ യമുനാ പുളിനത്തിങ്കൽ ചെന്നു ചൊല്ലി മഹാപ്രഭു വിശാലം വാർമണിത്തന്നലെങ്ങും വേശുന്നതാമടം. യമുനാ നദിയുടെ തീരക്കരയിൽ ചെന്ന് മഹാപ്രഭു പറഞ്ഞു, വിശാലം വാർമണിത്തന്നലെങ്ങും വേശുന്നതാം ഈ ഇടം. ഇത്രയും സൗകുമാരുള്ളൊരു സ്ഥലം നമ്മൾ ഇനി വിട്ടുകളയാൻ പാടില്ല. ദിവസേന ഇവിടെ വന്നിട്ട് വേണം ഇനി എന്ത് ചെയ്യാൻ? പശുക്കളെ മേയ്ക്കാൻ, നമ്മൾക്ക് കളി തമാശകൾ ചെയ്യാനും. പുഴ തന്നെ വിരിഞ്ഞുള്ള മട്ടഴും പൂക്കൾ തന്മണം നിറഞ്ഞു തണലാർന്നോർ ഈ മണൽത്തിട്ട മനോഹരം. ആ മണൽത്തിട്ടേനെ പറ്റിയിട്ട് പ്രകീർത്തിക്കാണ്. പുഴ തന്നെ വിരിഞ്ഞുള്ള മട്ടഴും, അതാ നല്ല വീതിയിൽ പരന്നൊഴുകുന്ന സ്ഥലം. അപ്പോൾ വിശാലമായിട്ടുള്ള മണൽത്തിട്ടകൾ, പുഴ തന്നെ വിരിഞ്ഞുള്ള മട്ടഴും പൂക്കൾ തന്മണം, നല്ല നല്ല കാട്ടുപൂക്കളുടെ മണം നിറഞ്ഞു തണലാർന്നോരീ മണൽത്തിട്ട മനോഹരം. 2 ഭാഗത്തും വലിയ വലിയ വൃക്ഷങ്ങൾ, അതിൻ്റെ തണലുകൾ, പശുക്കൾക്കും നമ്മൾക്കൊക്കെ പുല്ല് മേയാനും വെള്ളം കുടിച്ചിട്ട് വിശ്രമിക്കാനും നമ്മൾക്ക് കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ് എന്ന് അദ്ദേഹം കൽപ്പിച്ചു. 10 ശ്ലോകം. ഉച്ചയായി നേരം ഇങ്ങ് ഉണ്ണാൻ ഇരുന്നിടാം നമുക്കിനി. ആ വനഭോജനത്തിനെ പറ്റി വർണ്ണിക്കുകയാണ്. ഈ വനഭോജനം ചെയ്യുന്ന സമയത്താണ് ബ്രഹ്മാവ് ആദ്യം പശുക്കളെയൊക്കെ മറയ്ക്കും. പിന്നെ ഭഗവാൻ തെരഞ്ഞു പോവും. തൽക്കാലം കാണില്ല. അപ്പോൾ ഭഗവാൻ കുറച്ച് വിദൂരത്തായപ്പോൾ ഈ കൂട്ടുകാരുണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരേനെ ബ്രഹ്മാവ് മറിച്ചു. വന്നു നോക്കുമ്പോൾ അവരുമില്ല. അപ്പോൾ അദ്ദേഹം തൻ്റെ യോഗമായയുടെ മാധ്യമത്തിൽ കൂടെ അന്വേഷിച്ചു, വാട്ട് ഹാപ്പൻഡ്. ഓഹോ, എൻ്റെ നാഭികമലത്തിൽ ഉൽപ്പന്നമായ സൃഷ്ടികർത്താവായ രജോഗുണപ്രധാനിയായിരിക്കുന്ന ബ്രഹ്മാവ് അദ്ദേഹം ഒപ്പിച്ച പണിയാണല്ലേ. ശരി, സാരമില്ല. അപ്പോൾ എത്ര കന്നുകാലികൾ, ഏതൊക്കെ രൂപത്തിൽ, ഏതൊക്കെ പേരിൽ, ഏതൊക്കെ പ്രായത്തിൽ, ഏതൊക്കെ സ്വഭാവത്തിൽ, അതേപോലെ അത്രയും കുട്ടികൾ ഭഗവാൻ സൃഷ്ടിച്ചു. ഇതാണ് വസ്തുസ്ഥയം. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ബ്രഹ്മാവ് മറിച്ച പോലെയുള്ള കുട്ടികളെയും പശുക്കളെയും കണ്ടപ്പോൾ ആശ്ചര്യപ്പെടാണ്, ഇത് എങ്ങനെ സംഭവിച്ചു. പിന്നെ നോക്കുമ്പോൾ എല്ലാ പശുക്കളുടെയും ഭാഗത്ത് എല്ലാം ഭഗവാൻ ചതുർഭുജനായിട്ട്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണനായിട്ട്, ഗോപകുമാരന്മാർ എല്ലാവരും. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാവണത്, ഇത് ഞാൻ വിചാരിച്ച പയ്യനല്ല, ഇത് സാക്ഷാൽ മഹാവിഷ്ണു. ആരുടെ കമലപത്രത്തിൽ നിന്നാണ് ഞാൻ ഉൽപ്പന്നമായിട്ടുള്ളത്? അല്ലേ, താമരയിൽ നിന്ന്. ഞാൻ കമലപത്രം എന്നാണ് പറഞ്ഞ, സാരമില്ല, കമലജം.
പിന്നെ വന്നിട്ട് എന്താണ് പറയുക, ഭഗവാനെ ആരാധിക്കുന്നതും അഭിഷേകം ചെയ്യുന്നതും കാമധേനുവിനെ കൊണ്ട് ഒക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അവിടേക്ക് പോവാം. ഉച്ചയായി നേരം ഇങ്ങ് ഉണ്ണാനിരുന്നിടാം നമുക്കിനി, വെള്ളം കുടിച്ചു മേയട്ടെ പൈക്കിടാങ്ങളും മങ്ങിനി. അദ്ദേഹം ഒരു ഓർഡർ പാസ്സാക്കി. ഉത്സാഹം പൂണ്ടു പൈതങ്ങൾ ചോറ്റുപാത്രങ്ങളൊക്കെയും മഴിച്ചു കൊണ്ടുവന്ന് അമ്പാർന്ന് കൊണ്ടു കൃഷ്ണൻ്റെ കൂടവേ. കൊണ്ടുവന്നിട്ടുള്ള പാത്രങ്ങൾ അല്ലെങ്കിൽ പൊതികളിൽ നിന്ന് ആഹാരങ്ങളൊക്കെ എടുത്ത് എല്ലാവരും അതിമധുരമായിട്ട് മനോഹരമായിട്ട് ആഹാരം കഴിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് അവർ ഇരുന്നത്? സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഈവൻ്റ് മാനേജർ ആരാ? ഭഗവാൻ തന്നെ. അപ്പം എന്താ ചെയ്തത്? നാഥൻ്റെ നാലുപാടും വന്നിരുന്നു ചെറുകുട്ടികൾ തിക്കിത്തിരക്കി വട്ടത്തിൽ പല പന്തികളാം വിധം. ഒരു റോ, 2 റോ, 3 റോ, അങ്ങനെ 4-5 റോ ഉണ്ടായിരുന്നു വട്ടത്തിൽ. ആദ്യത്തെ റോയിൽ ഏറ്റവും ചെറിയ കുട്ടികൾ ഭഗവാനെ കണ്ട് രസിക്കാൻ വേണ്ടിയിട്ട്, അതിനേക്കാൾ മുതിർന്നവർ രണ്ടാമത്തെ. അങ്ങനെ നാഥൻ്റെ നാലുപാടും വന്നിരുന്നു ചെറുകുട്ടികൾ തിക്കിത്തിരക്കി വട്ടത്തിൽ പല പന്തികളാം വിധം. എൻ്റെ നേർക്ക് ഇരിക്കണം, എൻ്റെ നേർക്ക് ഇരിക്കണം. ഇങ്ങനെയാണ് എല്ലാവരും. പക്ഷേ ഈ കുട്ടികൾ നോക്കുന്ന സ്ഥലത്തൊക്കെ കൃഷ്ണൻ ഫേസ് ടു ഫേസ് ആണ്. ഇനി അതാണ് ഭഗവാന്റെ മായ. എൻ്റെ നേർക്ക് ഇരിക്കണം കൃഷ്ണൻ എന്നവരോധവേ എന്ന് എല്ലാവരും പറയുമ്പോൾ, ഇരുന്നവർക്കു മധ്യത്തിൽ വിളങ്ങി വിശ്വതോമുഖൻ. എല്ലാവരും നടുവിൽ പ്രസന്നവതനായിട്ട് തൻ്റെ കയ്യിലുള്ള ആഹാരങ്ങളൊക്കെ അങ്ങനെ സേവിച്ചുകൊണ്ട് കൊമ്പും കുഴലും അരയിൽ തിരികി, ഒരു കയ്യിൽ ആഹാരം വെച്ച് ഒരു കയ്യിൽ ഭഗവാൻ വാമഹസ്തത്തിൽ വെച്ച് കഴിച്ചുകൊണ്ട് ഇനി നിങ്ങൾ ഇൻകലാബ് ഉണ്ടാക്കണ്ട, ഭഗവാനെ അനുമോദിച്ചോളൂ, അനുകരിക്കരുത് എന്നുള്ള വാസ്തവം നമ്മൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാണ്ട് പോണതാണൊക്കെ തെറ്റ്. ഭഗവാന്റെ കുറ്റം കണ്ടുപിടിക്കുന്നതിൽ താല്പര്യം കാണിച്ചിട്ട് സ്വയം നരകിക്കേണ്ട ആവശ്യമില്ലല്ലോ, നശിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ നേർക്കിരിക്കണം കൃഷ്ണൻ എന്നവരോധവേ ഇരുന്നവർക്കു മധ്യത്തിൽ വിളങ്ങി വിശ്വതോമുഖൻ. വായ് കെട്ടിക്കൊണ്ടുവന്നുള്ള വലുതാം ഇലകീറിയും തേക്കിന്നില കുറുക്കുട്ടി പരന്ന പല കല്ലുകൾ പിലാവിന്നിലയും മറ്റും കൂട്ടി തുന്നിയും അങ്ങനെ പാകം പോലവർ നിർമ്മിച്ച പാത്രങ്ങളിൽ വിളമ്പിയും രുചിയേറും പദാർത്ഥങ്ങൾ അന്യോന്യം അവരേകിയും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര കുട്ടികളെ കൊണ്ടുവന്നു അവരൊക്കെ പരസ്പരം ഷെയർ ചെയ്യും. ആ ഒരു ടെൻഡൻസി കളയരുത്. ആഹാരം ഷെയർ ചെയ്യുക, കഴിക്കുക. ഇവിടെ ഒരു കഥ പറയണം. എന്താ കഥ? ഈ ദീപാവലിയോട് അനുബന്ധിച്ചിട്ട് ഒരു കഥയുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അടുത്തൊരാൾ എങ്ങോട്ടോ പോകണം, ധാരാളം സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ അവർക്കും ഇവർക്കൊക്കെ കൊണ്ടുപോകണം. എന്തോ തിരക്കിൽ കുറച്ച് സ്വീറ്റ്സൊക്കെ കേട് വന്നിരുന്നു. ചില ഷേപ്പില്ല, അല്ലെങ്കിൽ വാസനയില്ല, വേണമെങ്കിൽ നാറ്റമുണ്ടെന്ന് പറയാം. അങ്ങനെയൊക്കെ അങ്ങനെ ഏതായാലും കേട് വന്നത് ഇനി കളയണ്ട, ഏതായാലും അടുത്തുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തു അത്രേ. ഇവരെന്ത് ചെയ്തു? എല്ലാ കൊല്ലം പരസ്പരം സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കാറ് പതിവുണ്ട്. ഇയാളേതായാലും വാല് പൊട്ടിപ്പോയല്ലോ, വേറൊരാൾക്ക് ഇവർ കൊടുത്തു. അവർ തുറന്ന് നോക്കണു, എടാ ഇത് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നല്ലൊരു പേപ്പറിൽ പോയി വേറൊരാൾക്ക് കൊടുത്തു. ഇങ്ങനെ എത്രയൊക്കെ വീടുകളിൽ ഈ പൊതി കയറി ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. ചുരുക്കത്തിൽ അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ പുറത്ത് പോയ ആൾ വന്നു അയാൾക്ക് കൊടുത്തു. ആഴ്ച നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊടുത്ത പൊതി തന്നെയാണ്. ഇപ്പം എന്താ മനസ്സിലായത്? ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലത് മാത്രമേ കൊടുക്കാവൂ.
കാരണം എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ ശ്രീഹരി ജീവാത്മാവും പരമാത്മാവും പരബ്രഹ്മവുമായിട്ട് കുടികൊള്ളുകയാണ്, വാഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലത് ചെയ്താൽ നല്ലത് തിരിച്ചു കിട്ടും, ചീത്ത കാര്യങ്ങൾ ചെയ്താൽ തിരിച്ചു കിട്ടുന്നതും ചീത്ത കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അത് ഉറപ്പിച്ചാൽ മതി. അപ്പോൾ രുചിയേറും പദാർത്ഥങ്ങൾ അന്യോനം അവരേകയും ചിരിച്ചും ഉല്ലസിച്ചും കൊണ്ട് ഉണ്ടു കൃഷ്ണൻ്റെ കൂടവേ മഞ്ഞപ്പെട്ടെന്തും അരയിൽ മണിപ്പൂങ്കുഴൽ മഞ്ചുളം. അരയിൽ പുല്ലാങ്കുഴൽ മഞ്ചുളമായിട്ട് പിന്നെന്താണെന്നാ പറയുക, തിരികെ വെച്ചിട്ടുണ്ട്. കൊമ്പും കോലും ഇടന്തോളിൽ, കൊമ്പും കുഴലും അതൊക്കെ ഇടം തോളിൽ, അതായത് കക്ഷത്തിൽ നടത്തും. തൈർ ചോറ് ഉരുള പാണിയിൽ, തൈർ ചോറ് ഉരുളയായിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. വിരൽക്കിടയിൽ ഉപ്പേരി, അത് മൂലത്ത് നിർത്തതാ. വിരലിടയ്ക്ക്, അതായത് 3-4 തരം പദാർത്ഥങ്ങൾ ചെറിയ ചെറിയ ഇല വാട്ടി കെട്ടിയിട്ട് കയ്യിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് പിടിച്ചിട്ടാണ്. ആവശ്യമുള്ളപ്പോൾ അത് ഒന്നെടുക്കുക, രുചിക്ക് അവിടെ തന്നെ വയ്ക്കുക, അങ്ങനെയാണ്. അപ്പോൾ വിരൽക്കിടയിൽ ഉപ്പേരി മാങ്ങയും മറ്റുമേന്തിയും നടുക്കിരുന്നു ചങ്ങാതിമാരെയൊക്കെയും മങ്ങിനെ നേരം പോക്കാൽ ചിരിപ്പിച്ചും കൊണ്ടുവിണ്ണവർ നോക്കവേ. എല്ലാവരും മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണ്. അപ്പോൾ ചിലവർക്ക് ചിരി അടക്കാൻ സാധിക്കണില്ല, വായയിൽ ചോറുണ്ട്. വായ തുറന്ന് ചിരിച്ചാൽ എന്താ ചെയ്യുക? ദേവന്മാർ വൃഷ്ടി ചെയ്യണ കൂട്ടത്തിലെ കുട്ടികൾ ഭഗവാന്റെ മുഖത്തേക്ക് അന്നവൃഷ്ടി, വായയിലുള്ള ഇച്ചലാന്നൊന്നുമില്ല, ഭഗവാനെ അലങ്കരിക്കണം. ശ്രദ്ധിക്കണം ഇവിടെ. അപ്പോൾ കൃഷ്ണനെ തന്നെയോർത്തെല്ലാവരും ഉണ്ണാൻ തുടങ്ങവേ നേരം പോക്കാൽ ചിരിപ്പിച്ചും കൊണ്ടുവിണ്ണവർ നോക്കവേ ഉണ്ടു കുട്ടിത്തമ്മാണ്ടുള്ള യജ്ഞബുക്കാം മഹാപ്രഭു. ഉണ്ടു കുട്ടിത്തമ്മാണ്ടുള്ള ബാലവേഷത്തിലുള്ള മഹാവിഷ്ണു എന്നർത്ഥം. കൊട്ടിത്തം ആണ്ടുള്ള യജ്ഞബുക്കാം മഹാപ്രഭു. നമ്മൾ എന്തൊക്കെ കഴിക്കണോ അത് സത്യത്തിൽ ആരാ കഴിക്കണത്? ഭഗവാനാണ് കഴിക്കണത്. എന്താ അങ്ങനെ പറയാൻ? നമ്മുടെ ഉള്ളിലുള്ള ജഡരാഗ്നി ഭഗവാനാണ്. ജഡരാഗ്നി ഉള്ളിലുള്ളത് കൊണ്ടാണ് നമ്മൾക്ക് എന്തെങ്കിലും 5 നേരം കഴിക്കണം എന്ന് തോന്നുന്നത്. 1 നേരമൊന്നും അല്ല. അപ്പോൾ 5 നേരം 3 നേരമൊക്കെ കഴിക്കണവർ രോഗികളാണ് എന്നൊരു പ്രമാണമുണ്ട്. 2 നേരം കഴിക്കണവർ കുഴപ്പമില്ല, 1 നേരം കഴിക്കണവനാണ് സാത്വികൻ. പിന്നെ വെള്ളം വായു കഴിച്ച് ഉപവാസം അനുഷ്ഠിക്കണവനാണ് കേമണ്ണ. ഇതൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, സന്ദർഭം കിട്ടിയപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. കൃഷ്ണനെ തന്നെ ഓർത്ത് എല്ലാവരും ഉണ്ണാൻ തുടങ്ങവേ കന്നിൻ കൂട്ടം വിദൂരത്തിൽ മേഞ്ഞെത്തി പുല്ലു കാണുകയാൽ. പുല്ല് അവിടെ ജാസ്തി വളർന്ന് നിൽക്കുന്നത്, അവിടേക്കാണ് കന്നുംകൂട്ടം പോവുക. ഓതി പരിഭ്രമിച്ചിടും പൈതങ്ങളോട് മാധവൻ. ഭഗവാൻ ഈ കുട്ടികളോട് പറഞ്ഞു, ഓതി പറഞ്ഞു, പരിഭ്രമിച്ചിടും പൈതങ്ങളോട് മാധവൻ. നമ്മുടെ കൺവട്ടത്തിൽ നിന്ന് പശുക്കളെല്ലാം മറിഞ്ഞു പോകണം. നമ്മളെ ഊണ് കഴിഞ്ഞിട്ടുമില്ല, അപ്പം എന്താ ചെയ്യുക? ഊണ് നിർത്തേണ്ട, ഞാൻ ചെന്നിങ്ങെത്തിക്കാം പൈക്കിടാങ്ങളെ. നിങ്ങളിവിടെ ഇരിക്കുകയാണ്, നിങ്ങളൊക്കെ ഇരിക്കുകയാണ്, ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് പോകാൻ ആർക്കാ എളുപ്പം? എനിക്കാണ്. നിങ്ങൾ നീക്കണം എന്നിട്ട് നടക്കണം, എനിക്ക് വേണ്ട, ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഊണ് നിർത്തേണ്ട, ഞാൻ ചെന്നിങ്ങെത്തിക്കാം പൈക്കിടാങ്ങളെ എന്നോതി ചോറുരുളയും കയ്യിലേന്തി മനോഹരൻ കന്നിൻ കൂട്ടങ്ങളെ തേടി നടന്നാൻ കാട്ടിലൊക്കെയും. ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്താവും നിയന്ത്രിതാവും നിയാമകനുമായിരിക്കുന്ന ഭഗവാൻ കുട്ടികളെ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്ക് സന്തോഷമുണ്ടാക്കുന്ന രീതികളിൽ തെരഞ്ഞു എന്നർത്ഥം. കാട്ടിലൊക്കെയും. അപ്പോൾ അടുത്ത ശ്ലോകം 23. അഖൻ്റെ ഗതി കണ്ട ഉള്ളിൽ അത്ഭുതപ്പെട്ട പൂമകൻ. ആരാ പൂമകൻ? പൂവിൽ മകൻ. പൂവ്
എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. അഘൻ്റെ ഗതി കണ്ടുള്ളിൽ അത്ഭുതപ്പെട്ട പൂമകൻ മായാമ്പലഞ്ഞിഴും മഞ്ജു മഹത്വം തെല്ലുകൂടിയും കാണാൻ കൊതിച്ചുതൻ. ഈ കൃഷ്ണൻ്റെ കയ്യിലുള്ള വിദ്യകൾ എനിക്കൊന്ന് നേരിട്ട് കണ്ടാൽ തർക്കടില്ല. ഞാൻ ഈ കാണുന്നതൊക്കെ വാസ്തവമാണോ? ഈ ബാലൻ ഇത്രയും അസുരന്മാരെ വകവരുത്താൻ എങ്ങനെ കഴിഞ്ഞു? ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. എന്നാൽ അതൊന്ന് നേരിൽ കണ്ടളേ. കാണാൻ കൊതിച്ചു തൻ കണ്ണിൻ കൂട്ടങ്ങളെ ഞൊടിക്കകം മറച്ചാൻ മുകിൽ വർണ്ണൻ്റെ കൂട്ടുകാരെയുമാവിധം. ഇവിടെ അദ്ദേഹം താമരശ്ശേരി കുറച്ച് കുറുക്കുവഴി കാണിച്ചു. പിന്നെ ഗ്രന്ഥത്തിൽ കുറച്ചുകൂടി ഭാഗവത്തിൽ കുറച്ച് വിസ്തരിച്ചിട്ടുണ്ട് ഈ ഭാഗം, സാരമില്ല. അതെന്നെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് ആദ്യം ഇത് പറഞ്ഞത്. ഒരു സ്ഥലത്ത് പോയപ്പോൾ കന്നുകളെ കണ്ടില്ല എന്ന് മാത്രമല്ല, തിരിഞ്ഞു വന്നപ്പോൾ കുട്ടികളെയും കണ്ടില്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഇവിടെ എന്താ, കാണാൻ കൊതിച്ചുതൻ കണ്ണിൻ കൂട്ടങ്ങൾ ഞൊടിക്കകം മറച്ചാൻ മുകിൽ വർണ്ണൻ്റെ കൂട്ടുകാരെയും ആവിധം മടങ്ങി വന്നു കാർവർണ്ണൻ ഉണ്ണിച്ചങ്ങാതിമാരെയും കാണാഞ്ഞ് കാട്ടിലെങ്ങെങ്ങും തിരിഞ്ഞു കരുണാനിധി. ചോർപാത്രങ്ങളുമായി തന്നെ തേടും കൊച്ചു കിടാങ്ങളെ വിളിച്ചു വിഷമിച്ചേറെ വിയർത്തു വിശ്വമോഹനൻ. വിശ്വത്തെ മോഹിപ്പിക്കാൻ കഴിവുള്ള ആള് ഇവിടെ തൻ്റെ കൂട്ടുകാരെയും പശുക്കിടാങ്ങളെയും തെരഞ്ഞ് വിയർത്ത് വിവശനായി എന്ന് നമ്മളെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കുകയാണ് ആരെ? ബ്രഹ്മാവ് അല്ലെങ്കിൽ താമരശ്ശേരി. എനിക്ക് അദ്ദേഹം വിവശനായി എന്നുള്ളത് ഞാൻ ഉൾക്കൊള്ളണില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹം ആരാന്ന് എനിക്കറിയാം അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ പറയാം. ഈ കഥ നടക്കുമ്പോൾ നമ്മളുണ്ടല്ലോ അവിടെ ഒരു വിറ്റ്നസ്സായിട്ട്. എങ്ങും തിരിഞ്ഞു കാണാൻ സർവജ്ഞനവയൊക്കെയും പെട്ടെന്നു വിധി ചെയ്തുള്ള വിദ്യയാണെന്നറിഞ്ഞുടൻ. വിധി ചെയ്തുള്ള എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, വിധി ബ്രഹ്മാവ്. എങ്ങും തിരിഞ്ഞു കാണാൻ സർവജ്ഞൻ അവയൊക്കെയും പെട്ടെന്ന് വിധി ചെയ്തുള്ള വിദ്യയാണെന്നറിഞ്ഞുടൻ കിടാങ്ങൾ തൻ അമ്മമാർക്കും അജനും പ്രീതിയാകുവാൻ. ഇനി ഒരു വർഷം ബ്രഹ്മാവ് സ്വമേധയാ തോറ്റിട്ട് എൻ്റെ ഒപ്പം വന്നിട്ടുള്ളവരെ തിരിച്ചു തരുന്നത് വരെ അവരേനൊക്കെ ഞാൻ സൃഷ്ടിച്ച് അജന് ബ്രഹ്മാവിന് വർദ്ധിച്ചു വരുന്ന ആഹ്ലാദവും അമ്പരപ്പും സൃഷ്ടിക്കും. മാത്രമല്ല ഇന്നു മുതൽ ഒരു കൊല്ലം എല്ലാ ഗോപന്മാരും ഗോപസ്ത്രീകളും എൻ്റെ കൂടെ അയച്ചിട്ടുള്ള അവരുടെ പൊന്നോമളം മക്കളെ കൂടുതൽ ലാളിക്കും. കാരണം ഞാൻ തന്നെ സ്വയം ആ കുട്ടികളായിട്ട് പോവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗോപന്മാരെയും ഗോപസ്ത്രീകളെയും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ അവരുടെ മക്കളായും അവരുടെ റിലേറ്റീവ് ടേംസിൽ ആരൊക്കെയാണോ ഒപ്പം വന്നത് അവരൊക്കെ ആയിട്ടും ഭഗവാൻ തന്നെ മാറണം. എന്നാൽ ഭഗവാൻ നന്ദഗോപുരുടെ അടുത്ത് ഇല്ലാണ്ടുണ്ടോ? അല്ല, അവിടെ ഉണ്ട് ഒരാൾ. ഇതാണ് ഭഗവാന്റെ ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം വിസ്മരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. എന്താ? അല്ല, വിസ്മരിക്കണം എനിക്ക്. എന്താ അത് അർത്ഥം മാറിയോ? എന്നാൽ ധരിക്കണം എന്ന് പറയാം. വെറുതെ ഇനി മലയാളം അറിയാണ്ട് ഞാൻ തുടങ്ങണ്ട. എന്താ ഞാൻ ധരിക്കേണ്ടത്? നമ്മുടെ ഭാഷാപിതാവായിരിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ ഈ ഭാഗവതത്തിന് കിളിപ്പാട്ട് ഭാഗവതം ചെയ്തിട്ടുണ്ട്. അതിൽ 1-ാം സ്കന്ധം, 2-ാം സ്കന്ധം, 3, 4, 5, 6, 7, 8, 9 സ്കന്ധങ്ങളും ചുരുക്കി 10, 11, 12 അടിച്ച് കലക്കി പിടിച്ച് കുലുക്കി. അപ്പോൾ ഈ പശുക്കളെ പറ്റിയിട്ടുള്ള വർണ്ണന വന്നപ്പോൾ എത്ര തരം പേരുകളാണ് പശുക്കൾക്കും പശുക്കിടാങ്ങൾക്കും കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വണ്ടർസ്റ്റൊക്കെ അടിക്കും നമ്മൾ. അപ്പോൾ ഇവിടെ കിടാങ്ങൾ തൻ അമ്മമാർക്കും അജനും പ്രീതിയേകുവാൻ. അപ്പോൾ ഇവിടെ ബ്രഹ്മാവിനോട് ദേഷ്യം തോന്നിയോ ഭഗവാന്? ഇല്ല. പറഞ്ഞു, ബാലനോട് ഈ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നില്ല, തനിക്ക് ഒത്തവരോട് മതിയായിരുന്നു എന്ന് പറഞ്ഞു, ഒന്ന് കളിയാക്കി. അതത്ര സാരമില്ല. അപ്പോൾ ഇവിടെ സത്യത്തിൽ ഭഗവാന്റെ ലീലാവിലാസം ഒന്ന് മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ അങ്ങനെ ചെയ്തത്.
അപ്പം അജനും പ്രീതിയേകുവാൻ താൻ തന്നെ രണ്ടുമായി തീർന്നു വിശ്വം നിർമ്മിക്കും ഈശ്വരൻ. ആത്മാവ് ബ്രഹ്മം തന്നെ ഗോകുല അല്ല അതെ പിന്നെ വൃന്ദാവനത്തിലെ കുട്ടികളായും അവരുടെ ഒപ്പം പോകുന്ന പശുക്കളും പശുക്കിടങ്ങളായിട്ട് ഭഗവാൻ തന്നെ മാറി. അത്രയും ഗോപപാലന്മാർ അത്രയും പൈക്കിടാങ്ങളും നിറഞ്ഞു വൃന്ദാരണ്യത്തിൽ മിന്നി മുമ്പത്തെ മാതിരി. അവിടെ മിന്നി എന്ന് വന്നപ്പോൾ അപ്പോഴേക്കും എൻ്റെ ഈ ഇത് എന്താണെന്ന് പറയുക ഈ നമ്പർ ചെയ്യൽ നിർത്തി തോന്നുന്നുണ്ട് ഞാൻ. അപ്പോൾ നോക്കട്ടെ, 129, 130, 131. അപ്പോൾ ഇത് 132 അത്രയും ഗോപപാലന്മാർ അത്രയും പൈക്കിടാങ്ങളും നിറഞ്ഞു വൃന്ദാരണ്യത്തിൽ. അരണ്യം എന്ന് പറഞ്ഞ കാട്. മിന്നി മുമ്പത്തെ മാതിരി അതേ രൂപം അതേ വേഷം അതേ ശബ്ദം അതേ നില. ഞാൻ പറഞ്ഞതിൻ്റെ കമ്പാരിസൺ അല്ല പിന്നെ പേരുകൾ. അതേ രൂപം അതേ വേഷം അതേ ശബ്ദം അതേ നില അതേ വലിപ്പവും വാക്കും അതേ മുൻപെരുമാറ്റവും അതേ കുഴൽ അതേ കൊമ്പുകൾ അതേ പാത്രവും മാമിതം സർവം വിഷ്ണുമയം വിശ്വം എന്ന വാക്കിനെഴും പൊരിൽ. എന്താ എടുത്താൽ പൊന്തില്ല. സർവം വിഷ്ണുമയം വിശ്വം എന്ന വാക്കിനെഴും പൊരുൾ ഉടൽ പൂണ്ട് ഉലകിൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മാതിരി സർവസ്വരൂപനാം കൃഷ്ണൻ വിളങ്ങി ജനിയാത്തവൻ. എന്താ ജനിയാത്തവൻ എന്ന് പറഞ്ഞാൽ ജനിക്കാത്തവൻ എന്നർത്ഥം. അപ്പോൾ മിന്നി എന്നുള്ളത് അതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ 133 ആയത്. താൻ തന്നെ ചങ്ങാതികളും പൈക്കിടാങ്ങളുമാവിധം സർവം ആത്മരൂപനായ അന്നു കൃഷ്ണൻ പൂകീടിലാൻ വ്രജം. എല്ലാം കൃഷ്ണമയം, സർവത്ര കൃഷ്ണമയം. അപ്പോൾ പിന്നെ തൊഴുത്തുകളിൽ നിന്ന് വരാത്ത പശുക്കൾക്ക് ഈ പശു തൻ്റെ തൊഴുത്തിൽ നിന്ന് കാലത്ത് ഈ വൃന്ദാവനത്തിലെ ഗോവക്കുട്ടികൾ കൊണ്ടുപോയിട്ടുള്ള പശുക്കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ മുമ്പില്ലാത്തൊരു സ്നേഹം. കാരണം എന്താ? ഭഗവാനാണത്. കുട്ടികൾക്കും അതെ, അച്ഛനമ്മമാർക്കും എല്ലാവർക്കും അതിപ്രീതി. ചോദിക്കാതെ കണ്ടെന്നെ വെണ്ണയും പാലൊക്കെ കൊടുക്കുകയാണ് കുട്ടിക്ക്. അപ്പോൾ പറഞ്ഞു അതേ രൂപം അതേ വേഷം അതൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ. സർവം വിഷ്ണുമയം വിശ്വം എന്ന വാക്കെന്നഴും പൊരുൾ ഉടൻ പൂണ്ട ഉലകിൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മാതിരി സർവസ്വരൂപനാം കൃഷ്ണൻ വിളങ്ങി ജനിയാത്തവൻ. അതായത് ഭഗവാൻ മായയെ ഉപോത്ഫലകമായിട്ടാണ് അവതാരം ചെയ്യുക. അപ്പം നമ്മൾ കുറ്റം പറയാൻ പാടുമോ? ഇന്നോട്ടോ ഏതൊരു എപ്പിസോഡിൽ പറഞ്ഞു, തമിഴ്നാട്ടിലൊരു കുട്ടി ഓഡിയൻസിൽ വലിയ പ്രാവീണ്യം തെളിയിക്കുകയാണ്. സനാതനധർമ്മത്തിൽ പുരാണങ്ങളിൽ കഥയിൽ പുരുഷന്മാർക്ക് എത്ര ഭാര്യമാരാണ്. ഇത് അവരെ കണ്ട് നമ്മൾക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന്. അത് ആ കുട്ടിയുടെ വിവരക്കേട്. കുട്ടി അത് ശരിക്കും വായിച്ചു നോക്കിയില്ല. അത്രയേ ഉള്ളൂ. ഓഡിയൻസിലുള്ളവരും ആ കുട്ടീനെ കോഷൻ ചെയ്തില്ല, അവർക്കും അറിയില്ല. അതാണ് സത്യം. അപ്പോൾ അതാതിൻ്റെ തൊഴുത്തിങ്കൽ മുളച്ചുടൻ അതാതിൻ്റെ തൊഴുത്തിങ്കൽ മുളച്ചുടൻ അണഞ്ഞാനെന്നു വിശ്വാത്മൻ വിശ്വാത്മാവ് അതാതാൾ ആയതായിടം. എല്ലാ കുട്ടികളും ഭഗവാനായിട്ട് തന്നെ. അമ്മമാരമ്പോടെന്നോട് കുടൽ വിളി കേൾക്കവേ കിടാങ്ങളെന്നോർത്തു പരബ്രഹ്മത്തെ പാഞ്ഞെടുത്തുടൻ. അപ്പോൾ ഈ വൃന്ദാവനത്തിലേക്ക് വരുമ്പോൾ ഓടക്കുഴലൊക്കെ ഊതിയിട്ട് ഓരോരുത്തരുടെ ഓടക്കുഴലിന് ശബ്ദത്തിന് വ്യത്യാസമുണ്ട്, കൊമ്പിനും കുഴലിനും ഒക്കെ. അപ്പോൾ അവരവരുടെ അച്ഛനമ്മമാരെ പിന്നെ അവരുടെ അങ്കണത്തിൽ വന്ന് വഴി കൂടെ പോകുന്ന തൻ്റെ കുട്ടികളെ വാരി പുണരാണ്. അതുവഴി ഇതേവരെ അങ്ങനെ ഒരു സ്നേഹപ്രകടനം ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അമ്മമാരമ്പോടെന്നോട് കുടൽ വിളി കേൾക്കവേ കിടാങ്ങളെന്നോർത്ത്
ആരേനെ പുലുകിയത് എടുത്തത്? പരബ്രഹ്മത്തെ പാഞ്ഞെടുത്തുടൻ. അപ്പോൾ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന, പ്രേമസ്വരൂപനായിരിക്കുന്ന, നിരാകാരനായിരിക്കുന്ന, കൂടസ്ഥനായിരിക്കുന്ന, സർവജീവഗുഹാശനായിരിക്കുന്ന ആ ഭഗവാനെ, സോക്കാൾഡ് ബ്രഹ്മത്തെ എടുത്ത് ഒക്കത്ത് വയ്ക്കാനും ചുംബിക്കാനും തലോടാനും മടിയിൽ കിടത്തി ഉറക്കാനും കുളിപ്പിക്കാനും ഡ്രസ്സ് ചെയ്യാനും എന്ന് വേണ്ട, വാട്ട് എവർ ഇറ്റ് ഈസ്. ട്രൈ വൺസ്. കുറച്ച് ഒറ്റയ്ക്ക് സമയം കിട്ടുമ്പോൾ കൃഷ്ണൻ അതാ വരുന്നു. കൃഷ്ണൻ എടുക്കൂ, മടിയിൽ വയ്ക്കൂ, ഓമനിക്കൂ, തലോടൂ, ആലിംഗനം ചെയ്ത് വിസ്മയിച്ചിരിക്കൂ. എനിക്ക് ഇങ്ങനൊരു പുണ്യം തന്നില്ലേ കൃഷ്ണ എന്ന് ചോദിച്ചു നോക്കൂ. പട്ടാമ്പിക്ക് തലയ്ക്ക് സുഖപ്പെടുത്ത് പോന്നിട്ടില്ല, തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ചുരന്നു മുലയേകൊണ്ടാനന്ദം പൂണ്ട് നിസ്തുലം. പണ്ടൊക്കെ മിനിമം ഒരു 5-6 വയസ്സ് വരെയൊക്കെ മുല കുടിച്ചായിരുന്നു. അപ്പോൾ ചിലവരൊക്കെ പരബ്രഹ്മസ്വരൂപമായിരിക്കുന്ന കൃഷ്ണനെ എടുത്ത് ആലിംഗനം ചെയ്ത് മടിയിൽ വയ്ക്കുന്നതോടുകൂടി പ്രസവിച്ച കുറച്ചു കാലം കഴിയുന്നവർക്ക് കൂടി മുല ചൊരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കഥ. ചുരന്നു മുലയേകി കൊണ്ട് ആനന്ദം പൂണ്ടു നിസ്തുലം, അമ്മട്ടവർക്കറിഞ്ഞിടാതെ അഭീഷ്ടം നൽകി മാധവൻ. അവരെ സ്വപ്നത്തിൽ കൂടി കരുതാത്ത അവർക്ക് അഭീഷ്ടങ്ങൾ കൊണ്ടുവന്ന് കൊട്ടക്കണക്കിന് ചൊരിയാണ്. ടേക്ക് ഇറ്റ്. ആരാണ് ഈ ഗോപന്മാരും ഗോപസ്ത്രീകളും? അത് മറക്കരുത്. രാമായണ കാലത്ത് ആർക്ക് ഭഗവാനെ ഏകപത്രീവ്രതനായിരിക്കുന്ന, പുരുഷോത്തമനായിരിക്കുന്ന, പരമ്പൊരുളായിരിക്കുന്ന ശ്രീരാമനെ സേവ ചെയ്യാൻ സാധിക്കാണ്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ, ദേവന്മാർക്കും ഋഷീശ്വരന്മാർക്കും ദേവലോകത്തുള്ളവർക്കൊക്കെ ഭഗവാൻ പറഞ്ഞു, ദ്വാപരയുഗത്തിൽ നിങ്ങൾ ഗോപന്മാരും ഗോപസ്ത്രീകളായിട്ട് വരും. എന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്നേഹിക്കാം, സ്നേഹിച്ച് കൊല്ലാം. അപ്പോൾ പറഞ്ഞു, ഓടക്കുഴൽ വിളിച്ച് അമ്പാർന്ന് അസംഖ്യം പൈക്കിടാങ്ങളെ ആട്ടിത്തെളിച്ചു എത്തിക്കണയും തൻകിടാങ്ങളെ കുളിപ്പിച്ചണിയിപ്പിച്ചു ഊൺ കഴിപ്പിച്ച് ഉറക്കിയും താലോലിച്ചാൽ അമ്മമാരന്ന് ആവിധം മുകിൽ വർണ്ണനെ അന്തിക്ക് ഓടിവരും മൂത്ത പൈകിടാവ് അകറിയിടവേ പരമാനന്ദമുൾ തെങ്ങിച്ചുരത്തിയിടുന്നു തള്ളകൾ. പൈക്കിടാങ്ങൾ വീട്ടിൽ മുട്ടണ്ട ആവശ്യമില്ല, പാല് ചുരത്തി കൊടുത്തവർ. ആരെ? പശുക്കളെ. അന്തിക്കോടി വരും മൂത്ത പൈക്കിടാവ് അകറിയിടവേ, ശബ്ദം ഉണ്ടാക്കിയപ്പോൾ, പരമാനന്ദമുൾ തെങ്ങിച്ചുരത്തിയിടുന്നു തള്ളകൾ. കാർവർണ്ണൻ ആവിധം സ്നേഹം മേറ്റി സർവർക്കുമെങ്കിലും. എല്ലാവർക്കും സ്നേഹം കോരി കോരി കൊടുത്തു. ഭ്രമിച്ചില്ല അവരെ അന്ന് അമ്മ മകൻ ഞാനെന്നു ലേശവും. അവർക്കൊരു ഭ്രമം ഉണ്ടായില്ല, ഞാൻ അവരുടെ മകനാണ്, അവരുടെ മകൻ തന്നെയാണ് ഞാൻ എന്നുള്ള രീതിയിലാണ് പോയി കാര്യങ്ങളൊക്കെ. സച്ചിദാനന്ദമായോരോ വീട്ടിലും വിലസീടിലും കിടാങ്ങളും മറ്റുമായേ നടിച്ചു വിശ്വഭാവനൻ. വിശ്വത്തിൻ്റെ എന്താ പറയുക, ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ഭഗവാൻ സച്ചിദാനന്ദമായോരോ വീട്ടിലും വിലസീടിലും കിടാങ്ങളും മറ്റുമായി നടിച്ചു വിശ്വഭാവനൻ. പശുക്കിടാങ്ങളും കുട്ടികളായിട്ട് നടിച്ചു. കർത്താവും കർമ്മവും താനാണെന്ന വാസ്തവം മാവിധം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ നാടകം? അവിടെ ബ്രഹ്മാവിൻ്റെ കാര്യം അവിടെ ഇരിക്കട്ടെ. വേദാന്തപരമായിട്ട് നോക്കുമ്പോൾ കർത്താവും കർമ്മവും താനാണെന്ന വാസ്തവം ആവിധം കാട്ടിക്കൊടുത്താൻ കാർവർണ്ണൻ കാണുന്നോർക്ക് അതിഭംഗിയിൽ. കാണുന്നവർക്ക് ഗ്രഹിക്കാൻ താല്പര്യമുള്ളവർ ഗ്രഹിച്ചോളൂ, ഇല്ലെങ്കിൽ ഗോ ടു ഹെൽ. അത്രയേ ഉള്ളൂ. ഭഗവാൻ അങ്ങനത്തെ പക്ഷഭേദമൊന്നുമില്ല. ഞാൻ തന്നെ കർമ്മം ചെയ്യണു, ഞാൻ തന്നെയാണ് കർത്താവ്, ഞാൻ തന്നെയാണ് ഭോക്താവ്.
അപ്പോൾ ഈ വേദാന്തം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ പാപം അലട്ടില്ല. കാരണം എന്താ? എല്ലാം ഭഗവാനാണ്. മണി അടിക്കണോ ശിവൻ്റെ അമ്പലത്തിൽ? നിങ്ങൾ കേൾക്കണ്ടോ അറിയില്ല, ദീപാരാധന. ഞാൻ ഈ സ്ഥലം 32 കൊല്ലം മുമ്പ് വാങ്ങാനും ഈ മണിശബ്ദം കാലത്തും വേഗം നേരത്തും അനുഭവിക്കാൻ ഭാഗ്യം ചെയ്തത് എന്തൊക്കെ പ്രശ്നങ്ങൾ അതിജീവിച്ചിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കണത്. എനിക്കെന്നെ വിശ്വസിക്കാൻ പറ്റണില്ല. അതാ മണി ശബ്ദം. ശംഭോ മഹാദേവ. അപ്പോൾ കർത്താവും കർമ്മവും താനാണെന്ന വാസ്തവം ആവിധം കാട്ടിക്കൊടുത്താൻ കാർവർണ്ണൻ കാണുന്നോർക്ക് അതിഭംഗിയിൽ അന്നാൾ അലിഞ്ഞിളയ പുല്ലുമേഞ്ഞുകൊണ്ടും. പശുക്കുട്ടികളൊക്കെ സോ ഫ്രഷ്. അന്നാൾ ഇളയ പുല്ലുകൾ, തൂമ്പ് പുല്ലുകൾ മേഞ്ഞുകൊണ്ടും പിന്നാലെ നിന്നവയെ മേച്ചു കളിച്ചുകൊണ്ടും നന്ദാത്മജൻ കുളിർമയേന്തിയ വിശ്വവന്ധ്യ. നന്ദാത്മജൻ, ഇവിടെ നന്ദാത്മജൻ ശ്രീകൃഷ്ണൻ. കുളിർമയേന്തിയ വിശ്വവന്ധ്യ വൃന്ദാവനത്തിൽ വിളയാടി ആണ്ട് ഈ വണ്ണം. അങ്ങനെ ഭഗവാൻ ഒരു വർഷമാണ് തിമിർത്താടിയത്. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ സപ്തചത്വാരി സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത്ര മതി. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹ ആശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.